ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു ബ്രാൻഡാണ് നമ്മളുടെ ഡവ്. ഇതിൽ ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അധികം ഡിസ്കവർ ചെയ്തിട്ടില്ലേ എന്നൊരു സംശയമുള്ള ഒരു ബ്രാൻഡാണ് ഈ സംഭവം. പക്ഷെ ഞാൻ കുറേ സംഭവങ്ങൾ ഈ ഡവിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട കുറച്ച് ഡവിൻ്റെ പ്രൊഡക്ട്സുകളും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട കുറച്ച് പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട് 27-ാം തീയതി തൊട്ടിട്ട്, അതായത് ഇന്ന് തൊട്ടിട്ട് എല്ലാ കാറ്റഗറിയിലുള്ള ഐറ്റംസിനും 50% തൊട്ട് 80% വരെ നമുക്ക് ഓഫർ ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് കാലത്ത് റിഗ്രറ്റ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഈ ഒരു ക്യാമറ ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ഈ ഒരു ക്യാമറയ്ക്ക് അവർ 5000 രൂപയാണ് കുറച്ചത്. അതേപോലെ തന്നെ ദേ ഈ ഒരു മൈക്ക് 2000 രൂപ കുറച്ചു. ദേ ഈ വാച്ചിന്റെ പ്രൈസ് അവർ ഒരിക്കലും കുറയ്ക്കാത്ത സാധനമാണ്. ഈ വാച്ചിന് ഓൾമോസ്റ്റ് എത്ര 1500-2000 രൂപയോ മറ്റോ കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ ഓഫർ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക, മിസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡവിൻ്റെ പ്രോഡക്ട്സുകൾ നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ഏതൊക്കെയാണ് വാങ്ങേണ്ടത് എന്നൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കണേക്കാളും മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എനിക്കും അങ്ങനെ അവസരം കിട്ടി നമ്മളുടെ ജോഷ് ടോക്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ ജോഷ് ടോക്കിൻ്റെ ചാനലിൽ ഇന്ന് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നമ്മളുടെ കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്കിങ്ങനെ ജോഷ് ടോക്കിലൊക്കെ സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് സാധിച്ചു. അപ്പൊ എന്തായാലും നിങ്ങളും കൂടി കണ്ടുനോക്കുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മുടെ ഡവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട കുറച്ച് പ്രോഡക്ട്സുകൾ ആദ്യം കാണിക്കാട്ടോ. ഏറ്റവും ആദ്യം ട്രൈ ചെയ്തിരിക്കേണ്ട അവരുടെ സോപ്പ് തന്നെയാണ്. സോപ്പ് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. ഡോക്ടർ പോലും സജസ്റ്റ് ചെയ്യണ ഒരു സോപ്പാണ് നമ്മളുടെ ഡവിൻ്റെ. ഇപ്പോൾ ആമസോണിൽ അതിൻ്റെ കോംബോക്കൊക്കെ ഭയങ്കര ഓഫർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഇവരുടെ ഈ ഒരു ബോഡി പോളിഷ്, ബോഡി സ്ക്രബ് സംഭവം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. കുളിച്ച പോലെ ഇരിക്കും, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഡവിൻ്റെ ഈ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. ഇങ്ങനെ 2 വേരിയൻ്റ് ആണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. വേറെയും കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് മാത്രമാണ് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് ഈ ഒരു റൈസ് മിൽക്ക് മെക്കഡമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേരിയൻറ്റും, അതേപോലെ തന്നെ ഈ ഒരു പൊമഗ്രാനറ്റ് വേരിയൻറ്റും ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ കളറൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഫുള്ള് ഉപ്പ് വെള്ളമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കളറുകൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഫേഡായി പോകും, കളർ മാറും. കണ്ടോ, ഉപ്പുകറ പിടിക്കും. ഇങ്ങനെ അത്രയും ഉപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ശരിക്കും. ഇപ്പം ഞങ്ങൾക്ക് അതൊക്കെ ശീലമായി. ഉപ്പ് വെള്ളത്തിലൊക്കെ കുളിക്കണതും പാത്രം കഴുകുന്ന എല്ലാ സംഭവങ്ങളും ഫുള്ള് ഉപ്പായിരിക്കും. അങ്ങനെയുള്ളൊരു ഇതാണ് ഇവിടെ. അപ്പോൾ ഇതാണ് സംഭവം, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു സ്മെല്ലാണ്. അതായത് നമ്മളിങ്ങനെ വെറുപ്പിക്കുന്ന ഒരു സ്മെല്ലല്ല, ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ സൂത്തിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഈ ഡവിൻ്റെ എല്ലാ സാധനങ്ങൾക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോഡി പോളിഷ്. ഒരു തരി പോലത്തെ, ഞാൻ കയ്യിലെടുക്കണില്ല, ഒരു തരി പോലത്തെ ഒരു ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. നല്ലപോലെ നമ്മുടെ ബോഡി നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ നല്ലപോലെ ധാരാളമാണ്. മുഖത്ത് ഇത് ഒരിക്കലും ഇടരുത് കേട്ടോ. മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ കണ്ണിലായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് വേറൊരു കാര്യം. കണ്ണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് ഒരിക്കലും ഇത് മുഖത്തിടരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ ഇത് നല്ല ഫേസിലും അതേപോലെ തന്നെ അണ്ടർ ആംസ്, അതേപോലെ തന്നെ നമ്മുടെ തൈസിലൊക്കെ നല്ലപോലെ അതായത് നമ്മുടെ ഫുൾ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. അങ്ങനെയുള്ളൊരു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബോഡി പോളിഷ് കേട്ടോ, ഡവിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് എന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അടുത്തത് നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം ആണ് ഈ ഡവിൻ്റെ ഹെയർ മാസ്ക്. ഞാൻ ഈ 2 വേരിയൻറ്റിലാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഈ ഡവിൻ്റെ ഈ ഒരു ഓറഞ്ച് കളറിലൊരു ഡബ്ബ വരണതും, അതേപോലെ തന്നെ ഈ ഒരു ഡവിൻ്റെ ഈ 10-in-1 എന്താ പറയുക ഷൈൻ റിവൈവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇങ്ങനെ ഒരു കണ്ട ഈ ഒരു ഇതിൽ വരണതും. ഈ ഓറഞ്ച് അങ്ങനെ വലിയ രീതിയിൽ അവൈലബിൾ ആയിട്ടില്ല, എപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് ഇതാണ് എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, നമ്മുടെ മുടി നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ മാസ്ക് ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റ് മാക്സിമം വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല മുടി നല്ല ബൗൺസി ആയിട്ട് ഷൈനി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഇങ്ങനെ കെട്ടുപിടയാണ്ട് നല്ല രീതിയിലിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര ഡാമേജ് ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും
നല്ലതായിരിക്കും. പിന്നെ ഈ പാരബിൻ ഫ്രീ, സിലിക്കോൺ ഫ്രീ ഇങ്ങനത്തെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റൂല കേട്ടോ. ഞാൻ അതിലൊന്നും വിശ്വസിക്കണില്ല. ഈ പാരബിൻ ഫ്രീ, സിലിക്കോൺ ഫ്രീ അങ്ങനത്തെ സംഭവത്തിലൊന്നും ഞാൻ വിശ്വസിക്കണ ആളല്ല. കാരണം എന്താ അറിയോ, അതിപ്പോ ഉള്ളത് വെച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇതല്ലാതെ പക്കാ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊന്നും ഞാൻ അതിലൊന്നും വിശ്വസിക്കണില്ല, ഈ സിലിക്കോൺ ഫ്രീ, പാരബിൻ ഫ്രീയിലൊക്കെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ബ്രാൻഡിലത്തെ ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് വർക്ക് ആവില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം. അടുത്തത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഡവിന്റെ ഒരു ബോഡി ക്രീം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 400 രൂപ, 499 രൂപ, 500 രൂപന്റെ ഉള്ളിലാണ്. എനിക്ക് അറിയില്ല ഓഫറിൽ എത്ര പ്രൈസ് എന്ന് അറിയില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബോഡി ക്രീം ഡവിന്റെ. ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൈയും കാലൊക്കെ നല്ല പോലെ സ്മൂത്ത് ആക്കും, നല്ല പോലെ ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മളെ എങ്ങനെ എടുത്താലും ഒരു 6 മാസം വരെ നിൽക്കും. അത്രയ്ക്ക് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉള്ള ഒരു ഇതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡവിന്റെ അടുത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം ആണ് ഇവരുടെ ഈ ഒരു ബോഡി വാഷ്. ഞാനിവിടെ അതിന്റെ പിക്ചർ കൊടുക്കാം. ഈ ബോഡി വാഷ് ഉണ്ടല്ലോ, നമ്മൾ സോപ്പ് ചിലവർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ ഈ ബോഡി വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അലർജി സെൻസിറ്റീവ്സ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഇതും ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡവിന്റെ കുറച്ച് പ്രോഡക്ട്സുകൾ. ഇനി അവരുടെ ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തെ അവരുടെ ഷാമ്പു ആണ്. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു 6 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ ആ ഷാമ്പു ഈ ഷാമ്പു അത് ഇത് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഷാമ്പു മാത്രം എന്തോ എനിക്ക് സെറ്റ് ആവണില്ല. ഓക്കെ, അതായത് ഞാൻ പറയണില്ല പറ്റ ശോകം അങ്ങനെ പറയണില്ല, ഒരു ആവറേജ് എന്ന് പറയില്ല, അങ്ങനെ പറയില്ല നമ്മള്. മറ്റുള്ള ബ്രാൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടി ഒന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയാണെന്നെങ്കിൽ നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ ഭയങ്കര ഹെയർ ഫോളും അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അപ്പോൾ എന്തായാലും ഇതെനിക്ക് സെറ്റായിട്ടില്ല ഇവരുടെ ഡവിൻ്റെ ഷാമ്പു. എന്തോ അറിയില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അടുത്തത് ഇവരുടെ ഒട്ടും തന്നെ എനിക്ക് വർക്ക് ആവാതിരുന്ന ഒരു സാധനമാണ് ഇവരുടെ ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അത് എനിക്ക് ഒട്ടും തന്നെ വർക്ക് ചെയ്തിട്ടില്ല. എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഇരുണ്ട് ഡള്ളായി ആകെ കൂടി ഇങ്ങനെ ഓയിലി ആയിട്ട് അങ്ങനെ എന്തൊക്കെയോ മുഖത്ത് വെച്ച പോലെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് എനിക്ക് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. അടുത്തത് ഡവിന്റെ എനിക്ക് ഒട്ടും തന്നെ സ്യൂട്ട് ആവാതിരുന്ന ഒരു സാധനമാണ് ഡവിന്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്. ഞാൻ അതിന്റെ പിക്ചർ കൂടെ കൊടുക്കാം. അത് എനിക്ക് ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഫുള്ള് ഫേസിലൊക്കെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം ഫുള്ളും. അപ്പോൾ മറ്റുള്ള ഒരുപാട് നല്ല നല്ല മോയ്സ്ചറൈസറുകളും അതേപോലെ തന്നെ ക്ലെൻസറൊക്കെ ഉള്ള സമയത്ത് ഇവർ ഒരു പറ്റേ ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് ഡവിൻ്റെ എനിക്ക് മെയിനായിട്ടും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ. ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് ഇഷ്ടമാണ് ഇവരുടെ. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡവിൻ്റെ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയാലോ. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കൂടി കാണാം.